പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ബിഗ് ബോസ് സീസൺ 7 ഇത് തുടങ്ങിയിട്ട് ഏകദേശം 10 ദിവസത്തോളമായി. 10 ദിവസം പിന്നിടുമ്പോൾ ഇതിലെ ചില മത്സരാർത്ഥികളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി ആരും അണിയറയിൽ ഇങ്ങനെ പരുങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ചില മത്സരാർത്ഥികൾ, ആദ്യത്തെ പേര് എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ പേര് തന്നെയാണ്. ഈ വെറുപ്പിക്കൽ പരിപാടിയാണെങ്കിലും അനീഷ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഒരു ഗെയിം ഷോയിൽ ഏകദേശം 19 മത്സരാർത്ഥികൾ വന്നു കഴിയുമ്പോൾ അവരിൽ ഇടിച്ചു കയറി നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ആർക്കും അറിയില്ല. അപ്പാനെ അറിയായിരുന്നു, അനിമോളിനെ അറിയായിരുന്നു, അക്ബറിനെ അറിയായിരുന്നു, ബെന്നിയെ അറിയായിരുന്നു. അങ്ങനെ മിക്കവാറും ബാക്കിയുള്ള മത്സരം നെവിനെയും അങ്ങനെ അപൂർവം ചിലരെ മാത്രമേ ഉള്ളൂ നമുക്ക് പരിചയമില്ലാത്തത്. പ്രത്യേകിച്ച് അനീഷിനെ പോലുള്ള ഒരു കോമണറായൊരു വ്യക്തി, യാതൊരു പരിചയമില്ലാത്തൊരു വ്യക്തി ഈ സെലിബ്രിറ്റികളുടെ കൂടെ മത്സരിക്കുകയും ഇടിച്ചു കയറി നിൽക്കുകയും ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല. അനീഷ് വെറുപ്പിക്കൽ ആണെങ്കിൽ പോലും അനീഷിൻ്റെ ഗെയിം കൃത്യമായിട്ട് കളിക്കുന്നുണ്ട്. അത് എത്ര നാൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം കുറച്ചാകുമ്പോൾ ബോറാവും. അനീഷ് അതിനനുസരിച്ച് ട്രാക്ക് മാറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം കൂട്ടമായി അനീഷിനെതിരെ നീങ്ങുന്നുണ്ട്. അനീഷിനൊരു സഹതാപവും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. രണ്ടാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അക്ബർ തന്നെയാണ്. അവിടുത്തെ ഗെയിമിലെല്ലാം മികച്ച പ്രകടനമാണ് അക്ബർ കളിക്കുന്നത്. അക്ബറിൻ്റെ നാക്ക് ഒരു സമയത്ത് അക്ബറിനെ ചതിച്ചായിരുന്നു. രേണുസുധിയുടെ വിഷയത്തിൽ രേണുസുധിയെ വിളിച്ച ആ വേട് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. അല്ലായിരുന്നെങ്കിൽ മികച്ച ഗെയിമറായിട്ട് അക്ബർ മാറിയേനെ. കാരണം ടാസ്കൊക്കെ വളരെ വൃത്തിയായിട്ട് കളിക്കുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥിയാണ് അക്ബർ. ഇടയ്ക്കിടയ്ക്ക് കൗണ്ടർ വരികയും ചെയ്യും. കാരണം ചിരിക്കാനുള്ളതും ചിന്തിക്കാനുള്ള സാധനങ്ങളൊക്കെ അക്ബറിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വീടാണ്, അവിടെ കൊണ്ടുപോകാൻ അക്ബറിന് കഴിയും. പക്ഷേ അക്ബറിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ചില നാക്ക് പിഴകൾ അത് അക്ബറിന് തന്നെ ദോഷമായി മാറുന്നു. അക്ബർ അതൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അക്ബർ ഒരു മികച്ച പോരാളിയായിട്ട് തന്നെ ബിഗ് ബോസിൽ ഉയർന്നു വരാം. ടോപ്പ് 5-ലെത്താൻ പറ്റിയൊരു മത്സരാർത്ഥി അക്ബർ തന്നെയാണ്. മറ്റൊരു പേര് എന്ന് പറയുന്നത് ഷാനവാസാണ്. ഷാനവാസ് ഒരു മൈൻഡ് ഗെയിമറാണ്. വലിയ അടിക്കോ ഇടിക്കോ ബഹളത്തിനോ ഒന്നും പോകാതെ ഒരു വശത്ത് നിന്ന് എല്ലാവരുമായിട്ട് ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട്. ഷാനവാസ് ഏത് ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഷാനവാസ് അതിൽ ഒന്നും പെടാതെ വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് നടക്കുന്നത്. അടുത്ത പ്രാവശ്യം ലാലേട്ടൻ വരുമ്പോൾ ക്യാപ്റ്റൻസിയെ പറ്റി എല്ലാവരോടും ചോദിക്കുമ്പം പൊതുവേ നല്ല അഭിപ്രായം പറയാനാണ് സാധ്യത കൂടുതലെന്ന് തോന്നുന്നു. 2 ദിവസത്തെ വിലയിരുത്തലാണ്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം ചോദിക്കാനുള്ള സാധ്യത ടാസ്ക് ഇല്ലാതാക്കിയതിനൊക്കെ പറ്റിയായിരിക്കും. അപ്പോൾ ഷാനവാസ് അവിടെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. അനീഷ് അധികം പോയാൽ എന്താ പ്രശ്നം? അനീഷ് പോകട്ടെ. 20 സെക്കൻഡ് മാത്രമല്ലേ നമുക്ക് നഷ്ടപ്പെട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും 10 സെക്കൻഡും 15 സെക്കൻഡും വെച്ച് കിട്ടുന്നില്ലേ എന്ന് അനീഷ് ഒരു സ്റ്റാൻഡ് എടുക്കുകയും അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് മറ്റുള്ളവർ തടഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അനീഷിന് കൃത്യമായിട്ട് അനീഷിൻ്റെ സ്റ്റാൻഡ് നമുക്ക് കാണുകയും ചെയ്തു. അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഭൂരിപക്ഷ തീരുമാനം അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഏകകണ്ഠമായ തീരുമാനം അവിടെ വേണമായിരുന്നു. അതുപോലെ ക്യാപ്റ്റൻ എന്ന നിലയിൽ കൃത്യമായിട്ടുള്ള തീരുമാനവും അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ബിഗ് ബോസിനെ അറിയിക്കാനും അനീഷ് ശ്രമിക്കുന്നുണ്ട്. എല്ലായിടും അനീഷിൻ്റെ അല്ലല്ലോ, ഷാനവാസിൻ്റെ പ്രസൻറ്റ്, ഇടയ്ക്കിടയ്ക്ക് അനീഷ് എന്ന് പറയും, ഷാനവാസിൻ്റെ പ്രസൻറ്റ് ഉടനീളം കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഷാനവാസ് മികച്ചൊരു ക്യാപ്റ്റനും ഒരു മൈൻഡ് ഗെയിമറും ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജിഫേലാണ്. ജിഫേൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസത്തെ പ്രകടനമുള്ളത്. പക്ഷേ അവിടെ എല്ലാം അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ജിഫേലല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം, അതുപോലെ ബിഗ് ബോസിനെ ഏതെങ്കിലുമൊക്കെ സാധനം അവിടെ ഒളിപ്പിച്ച് വെക്കുക, അതെടുത്ത് ഉപയോഗിക്കുക, മറ്റു മത്സരാർത്ഥികൾ ഇതിനെ ചോദ്യം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ മതിയടി. കാരണം ഏതിപ്പോൾ അനീഷ് ഒരു പ്രശ്നം ഉണ്ടാക്കി. അനീഷിനെ പറ്റി അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്യാമറകൾ മൊത്തം അനീഷിൻ്റെ പേരായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അനീഷ് അവിടെ വേണമെന്നില്ല.
അതുപോലെ തന്നെ ജിഫേലിൻ്റെ പ്രശ്നവും അത് തന്നെയാണ്. ജിഫേൽ ഏതെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കുന്നു. അവിടുത്തെ മത്സരാർത്ഥികളെ പലരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ജിഫേലിൻ്റെ പ്രസൻസ് വേണമെന്നില്ല, പക്ഷേ ജിഫേൽ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ അതുപോലെ മത്സരാർത്ഥികൾക്കും ജിഫേലുമായിട്ടൊരു അടുപ്പമുണ്ട്. മലയാളം അറിയില്ല എന്ന് എല്ലാവരും പറയുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരും അറിയാൻ പറയുന്ന പോലെ തന്നെ ജിഫേൽ സംസാരിക്കുന്നുണ്ട്. ജിഫേൽ നല്ലൊരു ഗെയിമറാണെന്ന് തോന്നുന്നു. പക്ഷേ കഴിഞ്ഞ ഹിന്ദി ബിഗ് ബോസിലൊക്കെ വന്ന പരിചയവും അവർക്കുണ്ട്. അതുകൊണ്ട് ഇച്ചിരിയും കൂടെ നന്നായി പോയി കഴിഞ്ഞാൽ ജിഫേൽ ടോപ്പ് 5-ലെത്താൻ പറ്റിയൊരു മത്സരാർത്ഥിയാണ്. അതുപോലെ ഒരു മത്സരാർത്ഥിയാണ് റന ഫാത്തിമ. റന ഫാത്തിമയെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ മികച്ചൊരു മത്സരാർത്ഥിയാണ്. ഒരു ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുകയും ചെയ്തു. പക്ഷെ അന്നുകൊണ്ട് ഒതുങ്ങി എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം റനയുടെ പ്രസൻറ്റ് അവിടെ കാണുന്നില്ല. ക്യാമറ കണ്ണുകളൊന്നും റനയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇച്ചിരിനോട് ആക്റ്റീവ് ആകാൻ പറ്റിയ, കറക്റ്റായിട്ട് മൈൻഡ് ഗെയിം കളിക്കാൻ പറ്റിയ ബുദ്ധിയുള്ളൊരു കുട്ടി തന്നെയാണ് റന. റനയെ സംബന്ധിച്ച് എന്ത് പറയാനുള്ള തൻ്റെ ഇടമൊക്കെ ഉണ്ട്. തമാശ രീതി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വളരെയധികം ജനങ്ങളെ രസിപ്പിക്കുവാനും അതുപോലെ തന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുവാനും ഒക്കെ കഴിവുള്ളൊരു കുട്ടിയാണ്. ഉയർന്നു വരണം, ഉയർന്നു വരട്ടെ. പിന്നെ ഒരു മത്സരാർത്ഥിയുടെ കാര്യം ഞാൻ പറയുന്നതെന്ന് പറയുന്ന അനുമോളാണ്. അനുമോള് എല്ലായിടത്തും കാണുന്നുണ്ട്. ആരുമായിട്ടും വഴക്കുണ്ടാക്കാൻ അനുമോൾ ശ്രമിക്കുന്നില്ല. ചിലയിടത്തൊക്കെ അനുമോൾ ഇടിച്ച് കയറുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അനുമോളിലെ ഏറ്റവും വലിയ പ്രശ്നം നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ അനാവശ്യമായ ചില സംസാരങ്ങൾ ഈ കൂട്ടുകാരുമൊക്കെ കൂടിയിരിക്കുമ്പോൾ പറയുന്നു. ഇപ്പോൾ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല, അത് തെറ്റിദ്ധരിച്ച് പുറത്തു പോയി. നെവിൻ്റെ നോട്ടവും നെവിൻ്റെ ഇടപെടലും ഒന്നും ശരിയല്ല എന്ന് ഒരു ഇതുണ്ട്. അത് ബിഗ് ബോസിൽ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും. അപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കാൻ അനുമോൾക്ക് കഴിയണം. അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ പുറത്ത് വിടുന്നുണ്ട് എന്നുള്ളതാണ് അനുമോളിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം. ഇന്ന് മോർണിംഗ് ടാസ്കിൽ അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അനീഷാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും മികച്ച ഗെയിമറും അനീഷാണ്. അത് കൃത്യമാണ്. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് അനുമോൾക്കുണ്ട്. പക്ഷേ അനുമോൾ അല്പം കൂടെ നന്നായി കളിക്കണമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അനുമോൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥി തന്നെയാണ്. ഉയർന്നു വരണം. ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത് ആര്യൻ എന്ന് പറയുന്ന സൗന്ദര്യമൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കണ്ണിലുണിയായിട്ട് ഇങ്ങനെ വിലക്കുകയാണ്. സാമാന്യം മികച്ച രീതിയിൽ വോട്ടിങ്ങും കിട്ടുന്നുണ്ട്. അത് സൗന്ദര്യത്തെ ഒരു ഘടകം തന്നെയാണ്. പക്ഷെ ആര്യൻ ടാസ്കിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഏത് പ്രശ്നത്തിനും ആര്യൻ്റെ ശബ്ദം, നമ്മൾ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ അനീഷിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. എവിടെ അനീഷുമായിട്ടുള്ള പ്രശ്നം അല്ലായിരിക്കാം, പക്ഷെ അനീഷിൻ്റെ ശബ്ദമായി ഉയർന്നു വരും. അവിടെ ക്യാമറ സ്പേസ് അനീഷിനെ തേടിയെത്തും എന്നുള്ളതാണ്. പക്ഷെ ആര്യനെ സംബന്ധിച്ച് ആര്യൻ്റെ ശബ്ദം അങ്ങോട്ട് വരുന്നില്ല. ആര്യൻ എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്നതായിട്ട് തോന്നുന്നില്ല. ഉണ്ടാകാം, പക്ഷെ നമുക്ക് കാണുന്ന രീതി എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്നില്ല. പക്ഷെ ടാസ്ക് നന്നായി ചെയ്യാൻ പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയാണ് ആര്യൻ. അപ്പം ജനങ്ങളുടെ പിന്തുണ പുറത്തുമുണ്ട്. അപ്പം ആര്യനും ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാണ്. പിന്നെ എന്താ പറയുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബിഗ് ബോസിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അല്ലാതെ ബാക്കിയുള്ളവരുടെ പ്രകടനമൊന്നും എനിക്ക് അറിയില്ല. രേണുസുതിയൊക്കെ എന്താ കാണിക്കുന്നതെന്ന് യാതൊരു പിടിയില്ല. അവരെയൊന്നും കാണാൻ പോലും ഇല്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുടെ കുറവ് ഇതിനകത്ത് കാണാനുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെവിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിക്കുമ്പോൾ മാത്രമേ നെവിനെ കാണുന്നുള്ളൂ. നെവിനും ആക്റ്റീവല്ല. ഫാബു ആക്റ്റീവ്. ഫാബുവൊക്കെ അടുക്കളയിൽ കിടന്ന് കറങ്ങുക. അങ്ങനെ കുറച്ച് മത്സരാർത്ഥി. ഇവർ ആരൊക്കെ ഉയർന്നു വരുമെന്നൊന്നും യാതൊരു പരിപാടിയില്ല. അപ്പാനി ശരത്ത് എന്തൊക്കെയോ കിടന്ന് പറയുന്ന പനിയുടേതായ യാതൊരു കോൺട്രിബ്യൂഷനും അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം പലരും ഉണ്ട്, പക്ഷെ ഇവരൊക്കെ ഉയർന്നു വരുമോ ഇല്ലയോ എന്നില്ല. എല്ലാവരും എനിക്ക് തോന്നുന്നു മത്സരിക്കാൻ വരുന്നത് ഒറ്റയ്ക്ക് കളിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷെ അവിടെ ചെറിയ ഗ്രൂപ്പ് ഇപ്പം തല പൊക്കിയിട്ടുമുണ്ട്. പിന്നെ അക്ബറും ഷാനവാഫ്, അനീഷ്, അനുമോള്, ജിഫേല്, ഇങ്ങനെയൊക്കെയുള്ള. അതുപോലെ ശാരികയെ പറ്റി എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ശാരികയ്ക്ക് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ്.
ശാരിക പക്ഷേ എല്ലാ കാര്യത്തിനും അങ്ങോട്ട് ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷേ പ്രതീക്ഷ നൽകുന്ന ഈ കുറച്ച് താരങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പ്രതീക്ഷ നൽകുന്നു. അത് എന്തുമാത്രം അത് ശരിയാവുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നോക്കിക്കണ്ട്. വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ നന്നായി ഗെയിം കളിക്കും എന്ന് തന്നെ തോന്നുന്നു. പിന്നെ ഇവിടെ നിർത്താൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരുമായിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോയ്ക്കുമായി ആയിട്ട് വരാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എഴുതി അറിയിക്കുക. ഓക്കെ.